കുന്നിൻ ചെരുവിലെ കൊച്ചു വീട്ടിൽ താമസിക്കുന്ന പെൺകുട്ടിക്ക് എപ്പോഴും പരാതിയാണ്. കർഷകരായ മാതാപിതാക്കൾ തന്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കാട്ടുന്നില്ല എന്നാണ് അവളുടെ പരിഭവം. വീട്ടുമുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ കുന്നിൽ മനോഹരമായൊരു വീട് കാണാം. സ്വർണ്ണ നിറമുള്ള ആ വീട് അതിസമ്പന്നരുടേതാണെന്ന് അവൾ ഊഹിച്ചു. ഒരു ദിവസം അവൾ അവിടെ എത്തി. കാഴ്ച കണ്ട് അവൾ ഞെട്ടി. സ്വർണ്ണ വീടിന് പകരം പഴകി ദ്രവിച്ച ഭവനം, ചുറ്റിനും കാട് പിടിച്ചു കിടക്കുന്നു. നിരാശയോടെ കുന്നിറങ്ങി തന്റെ വീട്ടിലേക്ക് നോക്കിയപ്പോൾ അസ്തമയ സൂര്യന്റെ ശോഭയിൽ തന്റെ വീടും സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നു. പ്രിയമുള്ളവരെ, ജന്മദേശത്തിന്റെ ഉപയുക്തതയേക്കാൾ അന്യദേശത്തിന്റെ അഴകാണ് ഏറെ പേരെയും ഭ്രമിപ്പിക്കുന്നത്. ഒരാളുടെ ആത്മബോധവും അനുഗ്രഹവും അയാൾ വളരുന്ന പരിസരത്തിന്റെ സംഭാവനയാണ്. ഓരോ യാത്രയും തുടങ്ങുന്നതും ഒടുവിൽ മടങ്ങി എത്തേണ്ടതും അവിടേക്ക് തന്നെയാണ്. സ്ഥിര പരിചയം സൃഷ്ടിക്കുന്ന ആദരവില്ലായ്മയാണ് ചിലർക്ക് പ്രശ്നമാകുന്നത്. അങ്ങനെയുള്ളവർക്ക് വല്ലപ്പോഴും വ്യാപരിക്കുന്ന ഇടങ്ങൾക്ക് സൗന്ദര്യം തോന്നും. എന്നാൽ എന്നും ഒപ്പമുള്ളവയുടെ ഇഴയെടുപ്പമാണ് പ്രധാനം. സുഖവാസ കേന്ദ്രങ്ങളുടെ ലക്ഷ്യമല്ല സ്ഥിരവാസ കേന്ദ്രങ്ങൾക്കുള്ളത്. സ്വന്തം ജീവിതത്തെ അടുത്ത് നിന്ന് മാത്രം വീക്ഷിക്കുകയും അന്യരുടെ ജീവിതത്തെ അകലെ നിന്ന് മാത്രം കാണാൻ ശ്രമിക്കുന്നവർക്കാണ് ജന്മസ്ഥലത്തോട് ഇഷ്ടക്കുറവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് കൂടുതലും തോന്നുന്നത്. ആരും അറിയാതെ തളരാനും തകരാനും ഉയർത്തെഴുന്നേൽക്കാനും ഉപകരിക്കുന്നത് സ്വന്തം ജന്മസ്ഥലങ്ങളാണെന്ന് ഓർക്കുക.